ക്വസ്റ്റ്യൻ നമ്പർ 13 ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സിൽ നിന്നും ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? മാക്സിമം ഏരിയ ഓഫ് എ ട്രയാങ്കിൾ. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ മാക്സിമം ഏരിയ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ശരിയല്ലേ? ഇനി ആ ട്രയാങ്കിളിനെ പറ്റി എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ട്രയാങ്കിളിൻ്റെ വെർട്ടീസസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ശരിയാണല്ലോ. ഈ ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ് എന്ന് പറയുന്നത് നമ്മുടെ ഒറിജിനായ 0 0 ആണ്. മറ്റൊരു വെർട്ടെക്സ് അവർ പറഞ്ഞിട്ടുണ്ട് ഓഡേഡ് പെയർ എക്സ് കോമ വൈ ആണ്. അതുപോലെ അടുത്ത വെർട്ടെക്സ് എന്ന് പറയുന്നത് ഓഡേഡ് പെയർ -x കോമ വൈ ആണ്. ശരിയാണല്ലോ മക്കളെ, അല്ലേ? അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ 3 വെർട്ടീസസും അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ എക്സ് കോമ വൈ എന്ന് പറയുന്നതും -x കോമ വൈ എന്ന് പറയുന്നതും ഈ രണ്ട് വെർട്ടീസസ് y is equal to -2x² + 54 എന്ന് പറയുന്ന കർവിലെ പോയിന്റുകളുമാണ്. ഓക്കെ അല്ലേ? നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഈ ട്രയാങ്കിളിൻ്റെ ഏരിയയുടെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം, ശരിയല്ലേ? അപ്പോൾ ഏരിയ ഇസ് ഈക്വൽ ടു, എങ്ങനെയാണ് മക്കളെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കുന്നത്? ഏരിയയെ എ എന്ന് പേരിട്ട് വിളിക്കാം. 1/2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ്, അല്ലേ? മോഡുലസ് ഓഫ് ദ ഡിറ്റർമിനൻ്റ് ആണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പോൾ ഡിറ്റർമിനൻറ്റിൽ ഫസ്റ്റ് റോ എന്ന് പറയുന്നത് എന്താ? ആദ്യത്തെ നമുക്ക് 0 0 എന്ന് പറയുന്ന വെർട്ടെക്സ് ആയതുകൊണ്ട് 0 0 1. അതുപോലെ അടുത്തത് XY എന്ന് പറയുന്ന വെർട്ടെക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് സെക്കൻഡ് റോ എങ്ങനെ എഴുതാം? XY 1. അതുപോലെ തന്നെ -XY 1. കണ്ടോ? അതായത് 1/2 ഇൻറ്റു ഈ ഡിറ്റർമിനൻറ്റിനെ ഞാൻ ഫസ്റ്റ് റോയിലൂടെ എന്ത് ചെയ്യുന്നു? എക്സ്പാൻഡ് ചെയ്യുന്നു. അങ്ങനെ ഫസ്റ്റ് റോയിലൂടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2XY എന്നാണ് കിട്ടുന്നത്. അഥവാ 2 കട്ട് ചെയ്താൽ XY എന്ന് വരും. കണ്ടോ? അപ്പോൾ ഏരിയ എന്ന് പറയുന്നത് എനിക്ക് എന്ത് കിട്ടി? XY എന്ന് കിട്ടി, ശരിയല്ലേ? യെസ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ഏരിയയല്ലേ മാക്സിമം ആക്കേണ്ടത്? അപ്പോൾ ഏരിയ ഞാൻ ഇങ്ങോട്ട് എടുക്കുന്നു. ഏരിയ ഇസ് ഈക്വൽ ടു x ഇൻറ്റു വൈ ആണ്. പക്ഷെ നമുക്കറിയാം ഈ രണ്ട് പോയിന്റുകളും y ഇസ് ഈക്വൽ ടു -2x² + 54 പോയിന്റുകളായതുകൊണ്ട് y ആയിട്ട് എനിക്ക് എന്തെഴുതാം? -2x² + 54 എന്ന് എഴുതിക്കൂടെ മക്കളെ, അല്ലേ? അഥവാ -2x³ + 54x എന്ന് എഴുതാമല്ലോ. ഈ എ അല്ലേ എനിക്ക് എന്ത് ചെയ്യേണ്ടത്? മാക്സിമം ആക്കേണ്ടത്. ഇതിനെ മാക്സിമം ആക്കണമെങ്കിൽ എനിക്ക് ആദ്യം ഡെറിവേറ്റീവ് വേണ്ടേ? അപ്പോൾ d/dx ഓഫ് എ ഞാൻ അടുത്തതായിട്ട് എഴുതുന്നു. ഡെറിവേറ്റീവ് എടുത്താൽ -6x² + 54 എന്നല്ലേ വരിക. സെക്കൻഡ് ഡെറിവേറ്റീവും കൂടെ എടുക്കാം, d² ഓഫ് എ. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്താൽ -12x എന്നാണല്ലോ വരുന്നത്. ബാക്കി നമുക്കറിയാം, അല്ലേ? ക്രിറ്റിക്കൽ പോയിന്റുകൾ കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെറിവേറ്റീവ് 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. അപ്പോൾ d/dx ഓഫ് എ അതിനെ ഞാൻ 0ക്ക് ഇക്വേറ്റ് ചെയ്തു. അതിനെ 0ക്ക് ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ -6x² + 54 = 0 എന്നല്ലേ വരിക. -6x² + 54 = 0, അല്ലേ? അഥവാ x² = 9 എന്ന് വരും. അപ്പോൾ എക്സിന് 2 വാല്യൂസ് കിട്ടും, +or-3, അല്ലേ? 3യും വരാം, -3യും വരാം. x 3 ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്ക് എന്താ കിട്ടുന്നത്? x 3 ആണെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് -12 ഇൻറ്റു 3, അല്ലേ? അതായത് -36, നെഗറ്റീവ് അല്ലേ വരുന്നത്. എന്നാൽ x -3 കൊടുത്താൽ d²a/dx² എന്ന് പറയുന്നത് -12 ഇൻറ്റു -3, 36, പോസിറ്റീവ് അല്ലേ വരുന്നത്. നമുക്ക് മാക്സിമം വാല്യൂ അല്ലേ കിട്ടേണ്ടത്? മാക്സിമം ആകണമെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവായിട്ട് കിട്ടണമല്ലോ. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിനെ നെഗറ്റീവ് ആക്കുന്ന x = 3 അല്ലേ ഞാൻ ചൂസ് ചെയ്യേണ്ടത്. എക്സിന് എന്തായാലും 2 വാല്യൂസ് ഉണ്ട്, പക്ഷെ നമുക്ക് മാക്സിമം ആണ് കിട്ടേണ്ടത്. മാക്സിമം കിട്ടണമെങ്കിൽ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആകണം. അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവിനെ നെഗറ്റീവ് ആക്കുന്ന എക്സിൻ്റെ വാല്യൂ ഏതാ? 3 ആണ്. അപ്പോൾ x = 3 ആണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 3 കൊടുക്കുമ്പോഴല്ലേ ഏരിയയുടെ മാക്സിമം ഉണ്ടാകുന്നത്. അപ്പം മാക്സിമം ഏരിയ എന്ന് പറയുന്നത് എന്താ കിട്ടുക? ഏരിയ നമ്മൾ എങ്ങനെയാണ് എഴുതി വച്ചിരിക്കുന്നത്? -2x³ അതേപോലെ തന്നെ +54x എന്നല്ലേ. അതായത് -2 ഇൻറ്റു എക്സിൻ്റെ ക്യൂബ്, 3യുടെ ക്യൂബ് എന്ന് പറയുന്നത് 27 അല്ലേ. ദെൻ +54 ഇൻറ്റു 3 എന്നല്ലേ മക്കളെ വരിക. അതായത് -2 × 27 54 ആണ്,
3 × 54. അപ്പോൾ 3 × 54 നിന്ന് മൈനസ് ഒരു 54 2 × 54 എന്ന് കിട്ടത്തില്ലേ? അതായത് 108 അല്ലേ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ ഫൈനൽ ആൻസർ 108. അത് ഓപ്ഷൻ 4 ആയിട്ട് കൊടുത്തിരിക്കുന്നു. സോ ഓപ്ഷൻ 4 ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിരിക്കുന്നത്.